എല്ലാവർക്കും നമസ്കാരം. ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ഇൻ്റർനാഷണൽ ഫാദേഴ്സ് ഡേ ആയി ലോകം ആഘോഷിക്കുകയാണ്. അമേരിക്കയിലെ 6 പെൺമക്കൾ, മാതാവ് നഷ്ടപ്പെട്ട അവർ സ്വന്തം പിതാവ് അവരെ വളർത്തി വലുതാക്കിയതിൻ്റെ ബഹുമാന സൂചകമായി പ്രപ്പോസ് ചെയ്തതാണ് ഫാദേഴ്സ് ഡേ എന്ന ആഘോഷം. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ സ്നേഹം എത്രയും വേഗം തിരിച്ചറിയാനാകും. അമ്മയെക്കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞാൽ നമ്മൾ 100 വാക്കുകൾ പറയും. എന്നാൽ പിതാവിനെക്കുറിച്ച് നമുക്ക് പറയാൻ എന്താണ് ഉള്ളത്? പിതാവിൻ്റെ സ്നേഹം നമുക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലായിട്ടില്ല. പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ ജനിച്ചവർക്ക് പിതാവ് അന്യനായിരുന്നു. പലപ്പോഴും അദ്ദേഹം വില്ലനായിരുന്നു. പലപ്പോഴും നമുക്ക് പലതും നിഷേധിച്ച ആളായിരുന്നു. എന്നാൽ നമ്മൾ പിതാവായപ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നുണ്ട്, ആ പിതാവ് അങ്ങനെ തന്നെയായിരുന്നു. ആ പിതാവിനെ പോലെ തന്നെയാണ് ഇന്ന് ഞാനും എന്ന ബോധം. പലപ്പോഴും നമ്മൾ വലുതായപ്പോൾ നമ്മുടെ മക്കളോടും അന്നത്തെ പിതാവ് കാണിച്ചിരുന്ന അതേ രീതിയിലൊക്കെ തന്നെ പെരുമാറാനേ നമുക്കും സാധിക്കുന്നുള്ളൂ. എത്രയൊക്കെ കാലം മാറി എന്ന് പറഞ്ഞാലും പിതാവിൻ്റെ ആ ചേഷ്ടകളൊന്നും മാറിയിട്ടുമില്ല. നമുക്ക് പിതാവിനോട് കൂടുതൽ സ്നേഹവും കരുതലും ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിനം. എന്നാൽ എനിക്ക് എൻ്റെ അപ്പനെ മനസ്സിലായത് ഞാനൊരു അപ്പനായതിനു ശേഷം മാത്രമാണ്. അദ്ദേഹം എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്, എത്രമാത്രം കരുതലോടെയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തിരുന്നതെന്നൊക്കെ മനസ്സിലാകുമ്പോഴേക്കും അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് നീങ്ങിയിരുന്നു. മരണമടഞ്ഞ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഫാദേഴ്സ് ഡേ ആഘോഷിക്കുമ്പോൾ ഒരു ചെറിയ കുറ്റബോധത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുക. കാരണം സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാതെ പോയ ഒരു മകൻ്റെ വേദന എൻ്റെ ഉള്ളിലുമുണ്ട്. നിങ്ങൾക്കും അതും ഇല്ലാതിരിക്കണമെങ്കിൽ സ്വന്തം മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ഈ ഫാദേഴ്സ് ഡേ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അതാകട്ടെ. എല്ലാവരെയും സ്നേഹിക്കാൻ, ജന്മം നൽകിയ മാതാപിതാക്കളെ, അപ്പനെയും അമ്മയെയും സ്നേഹിക്കാൻ ഓരോ മക്കൾക്കുമാകട്ടെ. ഒരു കുറ്റബോധവുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും ഈ സുദിനം ഓർമ്മകൾ നൽകട്ടെ. നന്മകൾ നേരുന്നു. ഹാപ്പി ഫാദേഴ്സ് ഡേ.